2024 യൂറോ കപ്പിൻ്റെ ഫൈനൽ വേദി ഒരിക്കലും ഒരു ആരാധകനും മറക്കാൻ സാധ്യതയില്ലാത്തൊരു ഫൈനലായിരുന്നു ഇത്. ഇംഗ്ലണ്ട് വേഴ്സസ് സ്പെയിൻ പോരാട്ടം നടന്നുകൊണ്ടിരിക്കുകയാണ്. സ്പെയിൻ ഒരു ഗോളിന് മുന്നിട്ട് നിൽക്കുകയാണ്. ഇംഗ്ലണ്ടിനെ സംബന്ധിച്ചിടത്തോളം അവസാന നിമിഷത്തിലേക്ക് എത്തുമ്പോൾ ഇംഗ്ലണ്ടിൻ്റെ കുതിപ്പ് തുടരും. കാരണം അത് ആരാധകർക്കൊക്കെ അറിയാം. കഴിഞ്ഞ 2 മത്സരങ്ങളിലും അതുപോലെ തന്നെയാണ് ഇംഗ്ലണ്ട് മുന്നോട്ട് വന്നിട്ടുള്ളത്. അങ്ങനെ അവസാനം ഒരു കോർണർ കിക്ക് കിട്ടുന്നു. കോർണർ കിക്ക് എടുക്കാനായിട്ട് വരുന്നത് അവരുടെ ഗോൾ സ്കോററായിട്ടുള്ള പാമറാണ്. പാമർ ആ കിക്ക് എടുക്കുന്നത് നേരെ ഡിക്ലൻ റൈസിൻ്റെ തലയിലേക്കാണ്. ഡിക്ലൻ റൈസിൻ്റെ ഹെഡ് ഉണൈ സിമിയോൺ സ്പാനിഷ് ഗോൾ കീപ്പർ തട്ടി അകറ്റുന്നു. ആ അകറ്റിൽ നേരെ എത്തുന്നത് വീണ്ടും ഇംഗ്ലീഷ് താരമായിട്ടുള്ള മാർക്ക് ഗുഹിയുടെ തലയിലേക്കാണ്. ഗുഹിയുടെ ആ ഒരു ഹെഡ് ഉണൈ സിമിയോണെയും മറികടന്ന് സ്പാനിഷ് വലകളെ ചലിപ്പിക്കാൻ ഒരുങ്ങുമ്പോഴാണ് ഒരു 10ാം നമ്പറുകാരൻ, അത്രയ്ക്ക് ഹൈറ്റൊന്നും ഇല്ലാത്ത ഒരു മിഡ്ഫീൽഡർ സ്പെയിനിൻ്റെ രക്ഷകനായി അവതരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ആ ഒരൊറ്റ ഹെഡാണ് പിന്നീട് ഫൈനൽ മത്സരത്തിൽ സ്പെയിനിൻ്റെ ചിറകുകളെ മുളപ്പിച്ചത്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അന്ന് ഓൾമോ എന്ന് പറയുന്ന ആ താരം അവിടെ ഇല്ലെങ്കിൽ സ്പെയിനിൻ്റെ എല്ലാ സ്വപ്നങ്ങളും ചതച്ചരച്ചിരുന്നു ചിലപ്പോൾ ഇംഗ്ലണ്ട്. ഈ ഒരൊറ്റ രക്ഷപ്പെടുത്തലിന് ശേഷം ഓൾമോയെ അഭിനന്ദിക്കാത്തവരായിട്ട് ആരുമില്ല. സ്പെയിൻ താരങ്ങളെല്ലാം അയാളുടെ പിറകെ ഓടിപ്പോകുന്നതാണ് നമ്മൾ കണ്ടത്. അതായിരുന്നു ആ ഒരു മിഡ്ഫീൽഡർ എന്ന് പറയുന്നത്. ഡാനി ഓൾമോ എന്ന് പറയുന്ന മിഡ്ഫീൽഡറെ സംബന്ധിച്ചിടത്തോളം ഇത്തവണ യൂറോ കപ്പിൽ ഒരുപാട് യുവതാരങ്ങളുടെ അരങ്ങേറ്റം കുറിച്ചിട്ടുള്ള ഒരു യൂറോ കപ്പാണ്. അതുമാത്രമല്ല ഉദയം കൊണ്ടിട്ടുള്ള ഒരു യൂറോ കപ്പാണ് 2024 യൂറോ കപ്പ് എന്ന് പറയുന്നത്. ഈ ഒരു അവസരത്തിൽ ഒരു ഭാഗത്ത് നോക്കുമ്പോൾ ജർമ്മനിക്ക് ഒരുപാട് താരങ്ങളുണ്ട്, അതുപോലെ ഫ്രാൻസിൽ, ഇങ്ങനെ ഒരുപാട് യുവതാരങ്ങൾ അണിനിരന്നിട്ടുള്ള ഒരു യൂറോ കപ്പായിരുന്നു 2024 യൂറോ കപ്പ് എന്ന് പറയുന്നത്. അതിലേറ്റവും കൂടുതൽ എടുത്തു പറയേണ്ട സ്പാനിഷ് പോരാളികളിൽ ഒരാളാണ് ഡാനി ഓൾമോ എന്ന് പറയുന്ന അവരുടെ 10ാം നമ്പറുകാരൻ. ഒരു പക്ഷേ ഓൾമോ ആരാണെന്ന് അറിയാനായിട്ട് നിങ്ങൾ എടുത്തു നോക്കേണ്ട മത്സരം ജർമ്മനി വേഴ്സസ് സ്പെയിൻ മത്സരമാണ്. ആ മത്സരത്തിൻ്റെ തൊട്ട് 20ാം മിനിറ്റിൽ തന്നെ അവരുടെ മിഡ്ഫീൽഡറായിട്ടുള്ള പെഡ്രിക്ക് പരിക്ക് പറ്റുന്നുണ്ട്. അതായത് മിഡ്ഫീൽഡിൽ നിറസാന്നിധ്യം വഹിച്ചു കൊണ്ടിരിക്കുന്ന റൂഡ്രി പെഡ്രി യുഗം അവിടെ ഒഴിഞ്ഞു വീഴുന്ന ഒരു നിമിഷമാണ് അന്ന് സ്പാനിഷ് ആരാധകർ മൊത്തം കണ്ടിട്ടുള്ളത്. തീർച്ചയായിട്ടും നമ്മുടെ നാട്ടും പുറത്തുള്ള എല്ലാ ആരാധകരും പെഡ്രിയുടെ ആ ഒരു വീഴ്ചയിൽ തകർന്നു പോയിട്ടുണ്ട്. ആ ഒരു നിലയിലേക്ക് അവരുടെ ലാഫിൻഡ എന്ന് പറയുന്ന ആ മാനേജർ കൊണ്ടുവരുന്നത് ഒരു 10ാം നമ്പറുകാരനായിട്ടുള്ള മനുഷ്യനെയാണ്. ഡാനി ഓൾമോ എന്ന് പറയും. ഓൾമോ ആ സ്ഥാനത്തേക്ക് വരുന്നു. പിന്നീട് സ്പാനിഷിൻ്റെ ആരാധകരൊക്കെ പറഞ്ഞു പെഡ്രി പോയതിൽ ഞങ്ങൾക്ക് വിഷമമില്ല എന്ന്. കാരണം ആ കളിയുടെ ഗതി മാറ്റിമറിച്ചത് ഓൾമോയാണ്. ഒരു ഗോൾ സ്കോർ ചെയ്യുന്നത് ഓൾമോയാണ്. അടുത്ത ഗോളിന് വഴിയൊരുക്കി കൊടുത്ത ആ ഒരു അസിസ്റ്റ് നൽകുന്നതും ഓൾമോ തന്നെയാണ്. അത്രക്കും പ്രഗത്ഭനായിട്ടുള്ള ഒരു കളിക്കാരനായി മാറുകയാണ് ഈ യുവതാരം. ഒരുപക്ഷെ ഇത്തവണ യൂറോപ്പിൻ്റെ ഗോൾ സ്കോറിംഗ് പട്ടികയിൽ നിലയുറപ്പിച്ച കളിക്കാരനാണ് ഡാനി ഓൾമോ എന്ന് പറയുന്ന ആ യുവതാരം. ഓൾമോയെ പറ്റി അറിയണമെങ്കിൽ അദ്ദേഹത്തിൻ്റെ 14ാം വയസ്സിലേക്കൊന്ന് തിരിഞ്ഞു നോക്കിയാൽ മതി. അന്ന് ബാർസലോണയുടെ ലോകത്തിലെ ഏറ്റവും മികച്ച അക്കാഡമികളിൽ ഒന്നാണ് ബാർസലോണയുടെ ലാമാസിയ അക്കാഡമി എന്ന് പറയുന്നത്. ലാമാസിയയിൽ അന്ന് ചാൻസ് കിട്ടാതിരുന്ന ഒരു ചെറുപയ്യൻ പിന്നീട് ചേക്കേറുന്നത്, അന്ന് ലാമാസിയ അക്കാഡമിയൊക്കെ വിട്ടുപോകുക എന്ന് പറഞ്ഞാൽ അത് തീരാ നഷ്ടത്തിൻ്റെ കഥയാണ്. തൻ്റെ 14ാമത്തെ വയസ്സിൽ തന്നെ ഡൈനാമോ സാർബർഗിലേക്കാണ് ബാർസലോണയുടെ ലാമാസിയയിൽ നിന്നും അദ്ദേഹം ചേക്കേറുന്നത്. 14ാം വയസ്സിൽ തന്നെ അത് ഉപേക്ഷിച്ചുകൊണ്ട് ലാമാസിയ ഉപേക്ഷിച്ച് പോകണമെങ്കിൽ അവിടെ ചാൻസ് കിട്ടിയിട്ടില്ലെങ്കിൽ എത്രമാത്രം അയാൾ ആ ഫുട്ബോളിനോടുള്ള ആ ഒരു ത്വര പ്രകടിപ്പിക്കുന്നുണ്ട് എന്ന് നമുക്ക് കാണാൻ പറ്റും. ഇതേ വർഷത്ത് തന്നെ 2017 വരെ അവരുടെ 2nd ഡിവിഷനിൽ കളിക്കുന്നു. 2017 ശേഷം ഡൈനാമോയുടെ സീനിയർ ടീമിലേക്ക് അരങ്ങേറുന്നു. 2020 RB ലിപ്സിക്കിൻ്റെ സീനിയർ ടീമിലേക്ക് ഓൾമോ വരുന്നത്. അവിടെ 107ഓളം മത്സരങ്ങൾ കളിച്ച് 17ഓളം ഗോൾ സ്കോർ ചെയ്യപ്പെട്ട ഒരു താരമാണ് ഡാനി ഓൾമോ എന്ന് പറയുന്ന താരം. അവനെ പരിശീലിപ്പിച്ചിരുന്ന ഓരോ കോച്ചുമാരും പറയുന്നത്രേ ഇവൻ ജനിച്ചിട്ടുള്ളത് വിന്നറാവാൻ വേണ്ടിയാണെന്ന്. ഇന്ന് ട്രാൻസ്ഫർ മാർക്കറ്റിൽ ഏറ്റവും കൂടുതൽ ഡിമാൻഡ് നടക്കുന്നത് ഡാനി ഓൾമോ പോലെയുള്ള താരങ്ങൾക്കാണ്. അതിപ്പോഴത്തെ ട്രാൻസ്ഫർ മാർക്കറ്റ് ഒന്ന് എടുത്തു നോക്കിയാൽ കാണാൻ സാധിക്കും. മുൻനിരയുള്ള പല ക്ലബ്ബുകളും വല വീശാൻ ഒരുങ്ങുന്ന ഒരു താരമാണ് ഡാനി ഓൾമോ എന്ന് പറയുന്ന യുവതാരം. സ്പാനിഷ് പോരാട്ട വീതിയിൽ എടുത്തു പറയേണ്ട മറ്റൊരു പേര് കൂടെയാണിത്.